സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചീര വറവ് ഉണ്ടാക്കാം. ഈ ചീര നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഒന്നാണ്. ഈ ചീര ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത ശേഷം വല്ല പ്രാണികളും ഇലയുടെ അടിയിലോ മുകളിലോ കൂട് കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ ചീരയ്ക്ക് പല പേരുകളുണ്ട്. ബോർണി ചീര, വേലിച്ചീര, ബോംബെ ചീര, ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ഈ ഇലയുടെ അടിയിൽ കാണുന്ന വെളുത്ത നിറം പ്രാണി കൂട് കെട്ടിയതാണ്. അങ്ങനെയുള്ള ഇലകളെല്ലാം എടുത്തു കളയണം. എന്തായാലും അതെല്ലാം സൂക്ഷിച്ച് വൃത്തിയാക്കി എടുക്കണം. ഈ ചെടിയുടെ ഇലയുടെ ഇടയിലായി പൂവും കായയും ഉണ്ടാവാറുണ്ട്. അതും ആളുകൾ തോരനുണ്ടാക്കി കഴിക്കാറുണ്ട്. ഇടയ്ക്കിടെ ഇലക്കറികൾ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള ചീരയല്ലേ എന്ന് കരുതി വൃത്തിയാക്കാതെ കഴിക്കരുത്. ഓരോ തണ്ടുകളായി എടുത്ത് സൂക്ഷിച്ച് നോക്കിയ ശേഷം നമുക്ക് ഇതിൽ നിന്ന് പറിച്ചെടുക്കാം. ഇനി ഓരോന്നായി പൊട്ടിച്ചെടുത്ത ശേഷം അടുക്കായി വെച്ച് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞ ശേഷം കഴുകരുത്. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട പണിയാണ് ഇത്. കഴിക്കാൻ പറ്റുന്ന ഇലകളെല്ലാം പല രീതിയിൽ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇനി ഇങ്ങനെ അടുക്കി വെച്ച ശേഷം ചെറുതായി മുറിച്ചെടുക്കാം.
അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എത്ര ചെറുതായി മുറിക്കാൻ കഴിയുന്നുവോ അതിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം. എല്ലാ ഇലകളും അടുക്കി വെച്ച് മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്ത ഇലകൾ മാറ്റി വയ്ക്കാം. ഇനി 1/4 കപ്പ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം വെച്ച് പരിപ്പ് അതിലേക്ക് കഴുകിയിടാം. പരിപ്പ് അധികം വേവാതെ നോക്കണം. തോരൻ ഉണ്ടാക്കുന്ന പരിപ്പ് അധികം വെന്ത് പോകരുത്. 3 ആവി വന്ന ഉടനെ ഓഫ് ചെയ്ത് നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് പരിപ്പിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുമിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഇലകളിട്ട് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇല നല്ലതുപോലെ ഇളക്കി വേവിച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി വേവിച്ച ശേഷം നമുക്ക് ഇത് വറുത്തിടാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 നുള്ള് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച ഇലകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് റെഡിയായി.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.